ടി പി ജയേന്ദ്രൻ ഇവിടെ രാജു പി നായർ പറയുകയാണ് ഇ ഡിയെ പറ്റി. ഡോക്ടർ ജയരാജും പറയുന്നുണ്ട് ഇ ഡി അന്വേഷണത്തെ പറ്റി. കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞോ എന്നറിയില്ല. എം കെ കണ്ണൻ അത് പറയുന്നുണ്ട്. എ സി മൊയ്തീൻ നേരത്തെ പറയുന്നുണ്ട് ഇ ഡിയെ പറ്റി. ഇ ഡി പോട്ടെ, ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം സീരിയസ് ആയി ഇ ഡി പോലും കാണുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇവിടെ വന്നതാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ പറയുന്ന കരുവന്നൂറുകാർക്ക് അല്ലെങ്കിൽ ഈ തട്ടിപ്പിനിരയായവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. അന്വേഷണമൊക്കെ ഏതോ വഴിക്ക് പോയി കേട്ടോ ടി പി ജയേന്ദ്രൻ. അതുകൊണ്ട് ഈ ഇപ്പോൾ പുറത്തു വരുന്ന ശബ്ദരേഖയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒരു പരിധിയിൽ കൂടുതൽ ധാർമ്മിക രോഷം കൊള്ളാനുള്ള അവകാശം ബി ജെ പിക്ക് ഉണ്ടോ ടി പി ജയേന്ദ്രൻ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജു പി നായരും ഇത്തരത്തിൽ കൊള്ളയ്ക്കും സഹകരണ സ്ഥാപനങ്ങളുടെ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നവർ ഇ ഡിയുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത്? ഇവർക്ക് പ്രാഥമികമായ എന്തെങ്കിലും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അഷ്മി സംസാരിക്കുന്നത്? നോക്കൂ, കരുവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 2 ഘട്ടങ്ങളിലായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അതിൽ 117.78 കോടി രൂപയുടെ സ്വത്ത് കണ്ടെത്തിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും പാർട്ടി പ്രതിയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു പാർട്ടി പ്രതിയായി കേസുണ്ടാക്കുന്നത്. എം വർഗീസ് പ്രതിപ്പട്ടികയിലുണ്ട്. എ സി മൊയ്തീൻ പ്രതിയാണ്. കെ രാധാകൃഷ്ണൻ മുൻ MP പ്രതിയാണ്. PK ബിജു പ്രതിയാണ്. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിട്ട് ഈ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്? ഇവർക്കും ചില ബാങ്കുകൾ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നതുകൊണ്ടാണോ? നോക്കൂ, ഞാൻ കൃത്യമായി ഡേറ്റ് പറയാം. 10 ലക്ഷം രൂപയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂമി ഇതിൽ കണ്ടുകെട്ടപ്പെട്ടിരിക്കുന്നു. 8 അക്കൗണ്ടിലായിട്ട് 63.62 ലക്ഷം രൂപ ഇ ഡി തടഞ്ഞു വെച്ചിരിക്കുന്നു. 2 ഘട്ടങ്ങളിലായിട്ട് 2023 നവംബർ മാസത്തിൽ 55 പ്രതികൾ ചേർത്തുകൊണ്ട് ഇ ഡി കുറ്റപത്രം BMLA കോടതി സമർപ്പിച്ചിരിക്കുന്നു. 2025 മെയ് 26-ന് 28 പ്രതികളെ കൂടി മൊത്തം 83 പ്രതികളെ ചേർത്തുകൊണ്ട് ഇ ഡി 2 ഘട്ടങ്ങളിലായിട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും അതിൻ്റെ അന്തിമഘട്ടത്തിലല്ല, പുതിയ വെളിപ്പെടുത്തൽ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ ഇത് ഞാൻ പറയാതെ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളേക്ക് സമയം അനുവദിക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇക്കാര്യം പറഞ്ഞത്. നോക്കൂ, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കോൺഗ്രസും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളോട് പുറത്തുനിന്ന സമീപനം എന്താണ്? പൊതുസമൂഹത്തിൻ്റെ ഇത്തിൽ കണ്ണികളാണോ ഇവർ? കുളയട്ടെ പോലെ സമൂഹത്തിൻ്റെ പണം ഊറ്റി വലിച്ചെടുത്ത് തടിച്ചു കൊടുക്കുന്നവരാണോ? AR നഗർ ബാങ്ക്, പുൽപ്പള്ളി ബാങ്ക്, എത്ര തട്ടിപ്പുകൾ ഇവർ പരസ്പരം പ്രതികളാണ്, പരസ്പരം ഒത്തു കളിക്കുന്നുണ്ട്. നോക്കൂ, സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു കേരളം ഇന്നേ വരെ. അത് പൂരം കലക്കിയിട്ടാണോ മറ്റെന്തോ ആണോ എന്ന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? തൃശ്ശൂരിൽ സേവ് കരുവണ്ണൂർ ബാങ്ക് യാത്ര നടത്തിയ സുരേഷ് ഗോപി ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: ഈ സഹകരണ ബാങ്ക് പൊളിക്കൽ ഇടപാടിൻ്റെ അച്ചുതണ്ടാണ് ആര്? AC മൊയ്തീനും കണ്ണനും. ഇന്ന് ഞാൻ കേട്ടു ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗം. എന്താ പറയുന്നത്? മത്സ്യം പൊതിയാൻ തേക്കിൻ്റെ ഇല കുട്ടിക്കാലത്ത് പെറുക്കിക്കൊടുത്ത് ജീവിച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ കോടിപതിയായി? അത് തന്നെയാണ് ഇന്നൊരു സഖാവ് ചോദിക്കുന്നത്, ഒരു മുൻ സഖാവ് ചോദിക്കുന്നത്. അതിനിവിടെ വന്ന് ഒരു നേതാവ് പറയുന്നത് എന്താണ്? 2 നേതാക്കന്മാർ തമ്മിൽ തമാശ പറഞ്ഞു. അല്ല ജയരാജെ, DYFIയുടെ ജില്ലാ സെക്രട്ടറിയും നമ്മൾ മനസ്സിലാക്കിയത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് എന്തോ സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുള്ള മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇയാളും അതേ പാർട്ടിയുടെ ഈ നമ്മുടെ ചർച്ചയിൽ തന്നെയുണ്ട്. DYFIയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിൽ പറയുന്നത് തമാശയാണോ ഇതൊക്കെ? സ്വന്തം നേതാവിൻ്റെ സാമ്പത്തിക ക്രമക്കേടാണോ തമാശ പറയുന്നത്? അല്ല, ഇരിക്കട്ടെ, നിങ്ങൾ ഇവിടെ അവസരം വരുമ്പോൾ പറ, ജയരാജന് അസ്വസ്ഥാവണ്ട. ഇനി AC മൊയ്തീനും നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ ജയരാജെ, എന്താ കേരളത്തിലെ എല്ലാ ചാനൽ ചർച്ചയ്ക്കും ആളെ അയക്കുന്ന CPM? ഞാൻ നോക്കി, ഇന്ന് ഒരു ചാനലിലും CPM അവരുടെ കൈകൾ ഇത്ര ശുദ്ധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവരൊരു ചാനൽ ഒരു പ്രതി അയക്കുന്നില്ല? ഒരു കാര്യം സത്യമാണ് ഹാഷ്മി, ഇന്നലെ വരെ ഇതൊക്കെ BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായുള്ള ആരോപണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരുടെ വാക്കുകളാണ്? സ്വന്തം പാർട്ടിയുടെ കൂടെ നടന്ന് രാപ്പനി അറിയാവുന്ന അന്തി ഉറങ്ങിയ ഒരാളുകൾ അവർ തമ്മിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ. മാത്രമല്ല, ഈ ചർച്ചയിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഈ കേസ് അന്വേഷണം എളുപ്പമാണോ? എനിക്ക് ജീവനിൽ കൊതിയുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് മക്കളുണ്ട്. ഈ പാർട്ടിയുടെ സ്ഥിതി ഇത് മാത്രമാണോ? ഞാൻ ഉറക്കച്ചൊരു കാര്യം ചൂണ്ടിക്കാണിക്കും. നോക്കൂ, കരുവണ്ണൂർ ബാങ്ക് 150 കോടി, ലണ്ടൻ ബിസിനസ്സുകാരൻ രാജേഷ് കൃഷ്ണ, MV ഗോവിന്ദൻ്റെ മകൻ ശ്യാം, അദ്ദേഹം 80 ലക്ഷയുടെ പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൽ നേതാക്കന്മാർക്കും പങ്കുണ്ട്. SFIO കരിമണൽ കളവുമായി 1,72,00,000 രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്യായമായി കൈമാറിയതും പൊതുരൂപത്തിലുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.